ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഏപ്രിൽ 23, ഒന്നാമത്തെ വായന ഭാഗം യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് ഹായി പട്ടണം ആദ്യത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റു, രണ്ടാമത്തെ യുദ്ധത്തിൽ ഹായിയോട് ഇസ്രായേൽ ജയിച്ചു, അവരെല്ലാം നിർമൂലമാക്കി. ഇപ്പം നമ്മൾ പുതിയ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഹിത്യര്, അമ്മോര്യര്, കനാന്യര്, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ ഇവരൊക്കെ മലകളിലും താഴ്വരകളിലും ഒക്കെ ജീവിച്ചിരുന്നവരൊക്കെയാണ്. അവിടുത്തെ രാജാക്കന്മാരൊക്കെയാണ്. അവരുടെ വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ അവർ ഏക മനസ്സോടെ യോജിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അത് വേണ്ടത്ര അന്വേഷണമോ ദൈവത്തോടുള്ള ആലോചനയോ കഴിക്കാതെ ചെയ്യുന്നതിൻ്റെ ഒരു ദോഷം ഇസ്രായേൽ ജനത്തിന് സംഭവിക്കുന്നതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ദേശത്തുള്ള കനാൻ ദേശത്തുള്ള ഗിബയോൻ എന്ന് പറയുന്ന ഗിബയോൻ നിവാസികൾ, അവർ ഹിവ്യരാണ്. ഈ പറയുന്നതിൽ ഹിവ്യർ, ഗിബയോൻ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഹിവ്യർ. അപ്പോൾ ഗിബയോന്യർ അവർ ഒരു ഉപായം പ്രയോഗിച്ചു. അവർ ആ പ്രദേശത്തുള്ളവരാണ്. അവർ പഴകിയ ഭക്ഷണ സാധനങ്ങളും പഴയ ഉടുപ്പുകളും അതുപോലെ തന്നെ കേടായ ചെരുപ്പുകളും പിന്നെ പൊളിഞ്ഞ വീഞ്ഞ് തുരുത്തിയും ഒക്കെ എടുത്ത് ഇവരുടെ അടുക്കലെത്തി, ഇസ്രായേലിൻ്റെ അടുക്കലെത്തി. എന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾ ഒരുപാട് ദൂരത്തുനിന്ന് വന്നിരിക്കുകയാണ്, ഞങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ തിരിച്ച് പറയുന്നുണ്ട്. യോശുവയോട് പറയാൻ, ഞങ്ങൾ നിൻ്റെ ദാസന്മാരാകുന്നു എന്ന് അവരും പറയുന്നുണ്ട്. നിങ്ങൾ മിസ്രൈമിൽ ചെയ്തത് നിങ്ങളുടെ ഹെശ്ബോൻ രാജാവ് സീഹോനോട്, ബാശാൻ രാജാവ് ഓഗിനോട് ഒക്കെ ചെയ്തതൊക്കെ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ഞങ്ങളുടെ ദേശനിവാസികളൊക്കെയാണ് പറഞ്ഞത്, നിങ്ങൾ പോയി അവരെ കാണുവാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങളെ കാണുവാൻ വേണ്ടി, നിങ്ങളുടെ സഹായത്തിനായി, നിങ്ങളുമായിട്ട് ഉടമ്പടി ചെയ്യേണ്ടതിന്, നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് ആണ് ഞങ്ങളുടെ മൂപ്പന്മാരുടെയൊക്കെയും വാക്ക് കേട്ട് പുറപ്പെട്ടിരിക്കുന്നത്. നോക്ക്, ഞങ്ങൾ വളരെ ദൂരത്തുനിന്ന് പുറപ്പെട്ടു വന്നതാണ്. ഞങ്ങളുടെ ആഹാരമൊക്കെ പഴകി ഇരിക്കുന്നത് കണ്ടോ? അതുപോലെ പിന്നെ വീഞ്ഞിൻ്റെ പാത്രം പുത്തനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്, അത് ഇത്രയും പഴകിയിരിക്കുന്നത് കണ്ടോ? ഞങ്ങളുടെ ചെരുപ്പുകൾ കണ്ടോ? ഷർട്ട് കണ്ടോ? ഉടുപ്പുകൾ കണ്ടോ? ഇതൊക്കെയും അവരെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം ഇവിടെ ഒരു സംഭവം ആദ്യം സംഭവിക്കുന്നത്, അവർ കൊടുത്ത ആഹാര സാധനങ്ങൾ ദൈവത്തോട് ചോദിക്കാതെ അവർ കഴിച്ചു എന്നാണ് നമ്മൾ ഇത് വായിക്കുന്നത്. യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. ഒന്ന്. രണ്ടാമത്, യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോട് രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. അപ്പം ഇത് അവർ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ വിശ്വസിച്ച് ചെയ്തതാണ്. ഒരു അന്വേഷണം കഴിക്കാതെ, ദൈവത്തോട് ആലോചിക്കാതെ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ പിന്നെ അവർ മനസ്സിലായി, അവർ സമീപസ്ഥന്മാർ എന്ന്, തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരെന്നും അവർക്ക് മനസ്സിലായി, ഇസ്രായേലിയർക്ക് മനസ്സിലായി. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഗിബയോനിലെത്തുകയും ചെയ്തു 3-ാം ദിവസം. അത് വായിക്കുന്ന യാത്ര പുറപ്പെട്ടതിന് 3-ാം ദിവസം അവരുടെ പട്ടണങ്ങളിലെത്തി. അവരുടെ പട്ടണങ്ങൾ എന്ന് പറയുന്നത് ഗിബയോൻ, കെഫീര, ബെരോത്ത്, കിര്യത്ത് യെയാരീം എന്നിവയായിരുന്നു. അപ്പം പക്ഷേ അവിടെ ഇസ്രായേൽ മൂപ്പന്മാരും യോശുവയൊക്കെ പറഞ്ഞ്, നമുക്ക് അവരെ ഉപദ്രവിച്ചുകൂടാ, കാരണം നമ്മൾ അവരുമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ അവരൊരു ജീവനോട് രക്ഷിക്കുമെന്ന് അവർക്കും വാക്കും കൊടുത്തു. പക്ഷെ ഇവർ ജീവനോട്ടിരിക്കട്ടെ എങ്കിലും അവർ സർവ്വ ആൾക്കാരും ഇസ്രായേലിയർക്ക് വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവരെ കൊല്ലാതിരിക്കുകയും, അവർ ഈ കളവ് പറഞ്ഞ് ഇത് ചെയ്തതുകൊണ്ട് അവർ ഇസ്രായേലിയർക്ക് അടിമകളാക്കി, അല്ലെങ്കിൽ ഇസ്രായേലിയർക്ക് ജോലി ചെയ്യുന്നവർ ആക്കി മാറ്റി. എന്നിട്ട് പറഞ്ഞു, അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കുകയില്ല, എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും, ഈ ഹിവ്യർക്ക് അടിമകളുണ്ടായിരിക്കും എന്നും അവർ പറഞ്ഞു.
എന്നിട്ട് അതിന് അവർ യോശുവയോട് പറയുന്നു, നിന്റെ ദൈവമായ യഹോവ തൻ്റെ ദാസനായ മോശയോട് നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ദേശനിവാസികളെയൊക്കെ നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു. അവരെയും കുറ്റം പറയാനൊക്കില്ല. അവരുടെ ജീവ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ ഗിബെയോനിൽ താമസിക്കുന്ന സർവ്വ ഹിവ്യരുടെയും ജീവന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഉപായം പ്രയോഗിച്ചത്. ഇത് ഒരു ഉപായം മാത്രമാണ്. ഇതിലവർ വിജയിക്കുകയും ചെയ്തു. പക്ഷെ അത് മറ്റേത് ജാതികളായാലും ഇപ്പം നമ്മളായാലും ഇതൊക്കെ ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ അതിനകത്ത് വേറെ ഒന്നും നോക്കുന്നില്ല. അത് തൻ്റെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല. തങ്ങളുടെ ജീവൻ രക്ഷിക്കുക, തങ്ങളുടെ വസ്തുവകൾ സംരക്ഷിക്കുക, ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കാതെ സൂക്ഷിക്കുക, ഇതൊക്കെയും ചെയ്യാൻ എല്ലാ ജനസമൂഹവും ചെയ്യുന്നതാണ്. അങ്ങനെ അവർ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഇസ്രായേൽ മക്കൾ അവരുടെ കാര്യത്തിൽ അത് മനസ്സിലാക്കാതെ പോവുകയും അവർ അതിൽ വിജയം കൊള്ളുകയും ചെയ്തു. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ യെശയ്യാപ്രവാചകൻ ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകമെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ബാബേൽ യെശയ്യാപ്രവാചകൻ്റെ കാലശേഷവും യിരെമ്യാ പ്രവാചകൻ്റെ കാലത്തും, യെശയ്യാപ്രവാചകനും യിരെമ്യാ പ്രവാചകനും ഏകദേശം സമാന കാലത്ത് പ്രവചന ശുശ്രൂഷ നടത്തിയിരുന്നു. എന്നാൽ യെശയ്യാപ്രവാചകൻ്റെ കാലത്തല്ല അത് സംഭവിക്കുന്നത്, യിരെമ്യാ പ്രവാചകൻ്റെ കാലത്താണ് സംഭവിക്കുന്നത്. ബാബേൽ യഹൂദയിലേക്ക് വരികയും യഹൂദയിലെ സർവ്വത്തെയും നശിപ്പിക്കുകയും അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ഒരു തവണയല്ല 3 തവണ 3 രാജാക്കന്മാരുടെ കാലത്ത് പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും 70 വർഷക്കാലം, അത് ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തൊരു പ്രവചനമാണ്. 70 വർഷം ഇവർ അന്യദേശത്ത് ആ ദേശക്കാരെ സേവിക്കും, ബാബേലിൽ സേവിക്കും. അതിനുശേഷം അവരെ മടക്കി കൊണ്ടുവരും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ബാബേലിനെക്കുറിച്ച്, ഈ പറയുന്ന ബാബേലിനെക്കുറിച്ചുള്ള പ്രവാചകമാണിത്. അത് ഇവർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചല്ല, ഇവരുടെ വലിയ പ്രതാപത്തെക്കുറിച്ച് പറയുകയും ആ പ്രതാപം നശിച്ചില്ലാതാവുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന് കാണുന്നത്, ഇവരുടെ എതിരെ ഞാൻ മേദ്യരെ ഇവർക്കെതിരെ ഉണർത്തും എന്നും ഇതിനകത്ത് വായിക്കാം, നമുക്ക് വായിച്ചു വരുമ്പോൾ. അപ്പം ഇവർ കൽദേരാണ്. കൽദേർക്ക് ശേഷം മേദ്യർ, പാഴ്സികൾ, പേർഷ്യൻസിന് ശേഷം, അതും ഇതിനകത്ത് പേർഷ്യൻസിനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്തല്ല, പിന്നൊരു സമയത്ത്. അപ്പം അറബി അല്ലെങ്കിൽ പേർഷ്യൻസിന് ശേഷം ഗ്രീക്കുകാർക്ക് ശേഷം റോമൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. റോമൻസിന് ശേഷം നമുക്കറിയാമല്ലോ, റോമൻസിന് ശേഷം 2000 വർഷത്തോളം അവിടെ ഒന്നുമില്ലായിരുന്നു. അവിടെ ഇസ്രായേലിന് രാജാവില്ല, രാജ്യമില്ല, ഇസ്രായേലിൻ്റെ സ്ഥലമില്ല, ഇസ്രായേൽ ജനമില്ല. ജനമെല്ലാം ലോകത്തെല്ലായിടത്തും ചിതറിപ്പോയി. നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ ആരംഭമാണ്, ഇസ്രായേലിൽ നിന്ന് അതിൻ്റെ ആരംഭമാണ് കൽദയ രാജാവായ ബാബേൽ രാജാവ് ഇവിടേക്ക് വരുന്നത്. കൽദയരാണ് അവരുടെ സമൂഹം കൊണ്ട് അവർ കൽദയരാണ്. ഈ കൽദയർ എന്ന് പറയുന്നത് അബ്രഹാം പണ്ട് പുറപ്പെട്ടു വന്ന ഹാരാനടുത്തുള്ള പ്രദേശവുമാണ്. അവിടെ നിന്നാണ് ഈ കൽദയ ദേശം അല്ലെങ്കിൽ കൽദയർ പുറപ്പെട്ടു വരുന്നത്. അബ്രഹാമൊക്കെ പണ്ടുണ്ടായിരുന്ന സ്ഥലം, അതിൻ്റെ സമീപ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവർ പുറപ്പെട്ടു വരുന്നു. ഇവരെ 70 വർഷം പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെയും നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ നന്നായി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിനുശേഷം ഈ ബാബേലിന് സംഭവിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ പ്രവചിക്കുന്നത്. അപ്പം ഇനി നടക്കാൻ യിരെമ്യാ പ്രവാചകൻ്റെയും കാലത്തിന് ശേഷം നടക്കാനിരിക്കുന്ന സംഗതികളെക്കുറിച്ചാണ് ഇവിടെ പ്രവചിക്കുന്നത്. അതിൻ്റെ നാശത്തെ സംബന്ധിച്ചും അതിനുശേഷം അവർക്ക് ശേഷം മേദ്യർ അധികാരത്തിൽ വരുന്നതിന് അതൊന്നും ഇപ്പോൾ ഇവിടെ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനൊക്കത്തില്ല. പക്ഷേ ഇതൊക്കെ പിന്നീട് സംഭവിച്ചതൊക്കെയും ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിത് മനസ്സിലാക്കി ഇത് പറയുന്നത്. അല്ലെങ്കിൽ ഇത് പറയാനൊക്കത്തില്ല. ഇത് ഇത്രയും ഭാഗം വായിച്ചിട്ട് ഒരു മനുഷ്യനും എന്താണ് ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഭാവിയിൽ നടക്കുന്ന കാര്യത്തെ സംബന്ധിച്ചൊന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനൊക്കത്തില്ല അന്നത്തെ കാലത്ത് വായിച്ചാൽ. എന്നാൽ ഇന്ന് നമുക്ക് ആ സംഗതികളെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ച നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട്, എഴുതപ്പെട്ടതുകൊണ്ട്, സംഭവിച്ചത് എഴുതപ്പെട്ടതുകൊണ്ട് നമുക്കത് അറിയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കിത് അറിയാനും പറയാനും സംസാരിക്കാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത്. അല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് കഴിയുന്നതല്ല.
അപ്പോൾ അങ്ങനെയുള്ള ബാബേലിനെ കുറിച്ചുള്ള അവരുടെ എല്ലാ പ്രതാപവും നശിച്ചു പോകുന്ന ഒരു കാലത്തെ സംബന്ധിച്ചുള്ള പ്രവചനമാണ് ഈ യശയ്യാപ്രവാചകൻ 13-ാം അധ്യായത്തിലുള്ളത്. മൂന്നാമത്തെ വായനാഭാഗം തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിൻ്റെ 4-5 അധ്യായങ്ങൾ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു ശുശ്രൂഷകന് അല്ലെങ്കിൽ മൂപ്പന് അല്ലെങ്കിൽ ഒരു പാസ്റ്ററൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്ക്, ഒരു സഭാ നേതൃത്വത്തിന് അവർ എങ്ങനെയാണ് സഭ നയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ്. ഇവിടെ 4-ാം അധ്യായത്തിൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ ഭാവിയിൽ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുറച്ചവരായി വിവാഹം വിലക്കും, സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ആഹാരത്തെയൊക്കെയും വർജിക്കണമെന്ന് പറയും. ഇന്ന ആഹാരം കഴിക്കരുത്, ഇന്ന കല്യാണം കഴിക്കരുത് എന്നൊക്കെയുള്ളത് പറയും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത്. സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും അതെല്ലാം വിശദീകരിക്കപ്പെടുന്നുവെന്നാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന്. അപ്പോൾ തിമോത്തിയോസിന് മുമ്പിൽ ഇത്തരം വിഷയങ്ങൾ വരും, നേതൃത്വത്തിന് ഇത്തരം വിഷയങ്ങൾ വരും, മൂപ്പന്മാർക്ക് വിഷയങ്ങൾ മുമ്പിൽ വരും ഒരു സഭയ്ക്കകത്ത്. അതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് ദൈവികമായ അരുളപ്പാട് ആത്മാവിൽ ലഭിച്ച ഉപദേശമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യണം. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് തന്നെ, പക്ഷെ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെ വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം, അതുതന്നെ നീ അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ താഴോട്ട് കാണുന്നത്, നിനക്ക് ഒരു നിൻ്റെ യൗവനമാണ്, നീ യൗവനം തുച്ഛീകരിക്കരുത്, സൂക്ഷിക്കണം എന്നുള്ളതാണ്. വായന, പ്രബോധന, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കണം. നിലവിലൊരു കൃപാവരം ദൈവം തന്നിട്ടുണ്ട്, നിനക്കൊരു കൃപാവരമുണ്ട്. ആ കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിൻ്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് അത് കരുതിക്കൊള്ളണം. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പം നീ രക്ഷിക്കപ്പെടാനിടയാകും, നിന്നെ പ്രസംഗം കേൾക്കുന്നവരും രക്ഷിക്കപ്പെടാനിടയാകും. അതുകൊണ്ട് നീ അതിൽ തന്നെ ഇരിക്കണം, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത് എന്നുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങൾ, മൂത്തവനെ ഭർഷിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും. അപ്പം മൂത്തവനും ഇളയവരും ഒക്കെ നിൻ്റെ സഭയിലുണ്ട്. അതിൽ മൂത്തവനെ ഭർഷിക്കരുത്, അത് അപ്പനെ പോലെ കാണണം. ഇളയവരെ സഹോദരന്മാരെ പോലെ കാണണം. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കാണണം. ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെ പ്രബോധിപ്പിക്കണം. ഇനി അവിടെ സാക്ഷാൽ വിധവമാർ കാണും, ആ വിധവമാരെ മാനിക്കണം. വിധവയ്ക്ക് പുത്രന്മാരുണ്ടെങ്കിൽ അവരെ അമ്മയപ്പന്മാർക്ക് പ്രതികാരം ചെയ്യാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ ഉപദേശിക്കണം. എന്നാൽ സാക്ഷാൽ വിധവയും ഏകാഗിയുമായി ദൈവത്തിൽ ആശ്രയിച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥന ഉറ്റുപാർക്കുന്നു. അതാണ് സാക്ഷാൽ വിധവ ചെയ്യുന്നത്. അവൾ രാപ്പകൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നവളായിരിക്കും യഥാർത്ഥ വിധവ. പിന്നൊരു കാര്യം പറയുന്നത്, തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. ഇപ്പോൾ ഒരു കുടുംബം ഉണ്ടായിരിക്കും, ആ കുടുംബത്ത് ഉള്ളവർക്ക് വേണ്ടി കരുതാത്തവർ, അധ്വാനിച്ച് അവർക്ക് ആഹാരവും മറ്റു കാര്യങ്ങളുമൊക്കെയും കൊടുക്കാത്തവൻ അധമനായി പോവും. വിശ്വാസം തള്ളിക്കളഞ്ഞവരെ അപ്പോൾ അവിശ്വാസിയേക്കാൾ അധമനായി തീരുമെന്നാണ്. അപ്പം വിധവമാരെ കരുതുന്നതിനെക്കുറിച്ചും അവിടെ ഉപദേശം കൊടുക്കുന്നുണ്ട്. വിധവമാരെ കരുതണം. പിന്നെ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം. മരിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട് കെട്ടരുതെന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ നേരത്തെ പറഞ്ഞൊരു ഉപദേശം അറിയാമല്ലോ, അവനവൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്നതാണ് നല്ലത്, ഒരുത്തൻ്റെയും ആശ്രയിക്കാൻ പോകരുതെന്നുള്ള. ഞാനത് ചെയ്തിട്ടില്ല, അത് ഞാൻ ചെയ്യാതിരിക്കുന്നത് ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ഉപദേശവും അവിടെ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ
ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ മരിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് പറയുന്ന പോലെ അവർ ഈ അധ്വാനിക്കിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കാം. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. പിന്നെ നീ പക്ഷമായി ഒന്നും ചെയ്യരുത്. ദൈവത്തെയും ക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട്. മൂന്ന് പേരുണ്ട്. 3 പേരെന്ന് പറയുന്നത് 3 ദൈവികമായ കാര്യത്തിൽ 3 പേർ. ഒന്ന് ദൈവമുണ്ട്, ദൂതന്മാരുണ്ട്, അതുപോലെ ദൈവത്തിൻ്റെ ക്രിസ്തുവുണ്ട്. അപ്പോൾ ഈ 3 പേരും, അതായത് ദൈവം, യേശുക്രിസ്തു, അതുപോലെ ദൂതന്മാർ, ഇവർ 3 പേരെയും സാക്ഷിയാക്കിയിട്ടാണ് ഞാൻ ഈ ഉപദേശം നിന്നോട് പറയുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനിയൊരു അധ്യായം കൂടാണ് നമ്മുടെ മുമ്പിലുള്ളത്, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ. അപ്പോൾ 4ഉം 5ഉം അധ്യായങ്ങളിലും ഒരു മൂപ്പൻ്റെ അല്ലെങ്കിൽ ഒരു സഭാ ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നു വ്യക്തമായി തന്നെ. അത് അവർ തമ്മിലുള്ള സ്നേഹബന്ധവും അവർ തമ്മിൽ അറിയാവുന്നതുമായ 2 വ്യക്തികളാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. തിമോഥെയോസും പൗലോസ് അപ്പോസ്തലനും ഒരേ വേലയിലായിരുന്ന ആൾക്കാരാണ്. അവർ തമ്മിൽ അത്രയും ഹൃദയബന്ധവുമുണ്ട്. അപ്പം ആ കാര്യത്തെ സംബന്ധിച്ചൊക്കെ അങ്ങനത്തെ ആളിനോട് തന്നെയാണ് നിർബന്ധപൂർവം അല്ലെങ്കിൽ കർശനമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ വായനയിൽ, 3-ാമത്തെ വായനയിൽ ഇടയ്ക്ക് റെക്കോർഡിങ്ങിൽ എന്തോ ചില പ്രശ്നം വന്നു തോന്നുന്നു. അപ്പോൾ അതിടയ്ക്ക് ഒന്ന് പോസാവുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ മുഴുവനും കേട്ടിട്ട് മുഴുവൻ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. ആ വിഷയത്തിന്മേൽ ക്ഷമിക്കണം. അത് ടെക്നോളജിക്കലി വന്ന ഒരു എററാണെന്ന് തോന്നുന്നു. അത് പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് കേട്ട് നോക്കിയാലേ ഒക്കെയുള്ളൂ. തൽക്കാലം ഇതിൽ വന്ന ചെറിയ പാകപ്പിഴകളുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. 3-ാമത്തെ വായന ഭാഗം കൂടെ ഇവിടെ സമാപിക്കുകയാണ്. നാളെ പുതിയ വായനകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദിയോടെ ദൈവത്തെയും ഈ കേട്ടിരുന്ന താങ്കളെയും സ്മരിക്കുന്നു. നന്ദി.